ഈ ഇസ്ലാം മതം അടക്കം എല്ലാ ഇബ്രാഹിമി മതങ്ങളും അതിൻ്റെ ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ഈ സൊറോസ്ട്രിയൻ മതത്തിൽ നിന്ന് കടം കൊണ്ടിട്ടുള്ളതാണ് എന്നൊരു പറച്ചിലുണ്ട്. കാരണം വിശ്വാസപരമായും ആശയപരമായും ഇവ തമ്മിൽ ഒരുപാട് സാമ്യതകളുണ്ട്. അത് പറയുന്നതിന് മുമ്പ് ഈ സൊറോസ്ട്രിയൻ മതം അതെന്താണെന്നുള്ളതിൻ്റെ ഒരു ചെറിയ രൂപം ആദ്യം പറയാം. ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നതിൽ ഏറ്റവും പുരാതനമായിട്ടുള്ള ഏകദൈവ വിശ്വാസ മതമാണ് സൊറോസ്ട്രിയനിസം. ഇത് ഉടലെടുക്കുന്നത് പാകിസ്ഥാൻ്റെയും അഫ്ഗാനിസ്ഥാൻ്റെയും ഒക്കെ പ്രദേശമായിട്ടുള്ള ആ ഒരു ഭാഗത്താണ്. ഇതൊക്കെ അക്കാലത്ത് പേർഷ്യയുടെ ഭാഗമാണ്. സൊറോസ്ട്രിയ മതം, മജൂസ് എന്ന് പറയും അറബിയിൽ. ഇവരെ അഹ്ലു കിതാബായിട്ടാണ് പറയാറുള്ളത്. പരിശുദ്ധ റസൂലിൻ്റെ ഏതാണ്ട് 600 വർഷങ്ങൾക്ക് മുൻപാണ് ജീസസ് ക്രൈസ്റ്റ്, ഈസാ നബി ഉണ്ടായിട്ടുള്ളത്. അതിന് ഏതാണ്ട് 600 വർഷങ്ങൾക്ക് മുൻപ് BC 600കളിലാണ് ഈ സൊറോസ്ട്രിയ മതം ഉണ്ടായിട്ടുള്ളത്. അത് BC 1000-നും 1200-ൻ്റെ ഇടക്കാണെന്ന് പറയുന്ന റിപ്പോർട്ടുകളും ഉണ്ട്. ഇവർ അഹൂറ മസ്ദ എന്നൊരു ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടരാണ്. സറതൂഷ്ട്ര അല്ലെങ്കിൽ സൊറോസ്റ്റർ എന്ന ഒരു അവധൂതനിൽ നിന്നാണ് ഈ സൊറോസ്ട്രിയനിസം എന്ന ഈ ഒരു പേര് ഉണ്ടായിട്ടുള്ളത്. BC 1000 ചുറ്റിപ്പറ്റിയാണ് ഇദ്ദേഹം ജീവിച്ചതായിട്ട് പറയപ്പെടുന്നത്. ഇസ്ലാം മതത്തിൽ ഇദ്ദേഹം ഒരു പ്രവാചകനായിരിക്കാം എന്ന് വിലയിരുത്തുന്ന അഭിപ്രായപ്പെടുന്ന ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. ഈ സൊറോസ്ട്രിയൻ മതത്തിന് ഹിന്ദു വേദിക് കൾച്ചറുമായിട്ട് ഒരുപാട് സമാനതകളുണ്ട്. കാരണം ഇത് രണ്ടും ഇൻഡോ ആര്യൻ അല്ലെങ്കിൽ ഇൻഡോ ഇറാനിയൻ എന്ന് പറയുന്ന ഒരേ പാരമ്പര്യത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. BC 1500-2000-ൻ്റെ ഇടയിലായിട്ട്. അതുകൊണ്ട് തന്നെ ഈ ഹിന്ദു കൾച്ചറിനോട് തുല്യമായിട്ടുള്ള ചില പേരുകൾ നമുക്ക് സൊറോസ്ട്രിയൻ വിശ്വാസത്തിൽ കാണാൻ പറ്റും. ദേവ, അസുര എന്നൊക്കെ പറയുന്ന പോലെ. ഈ സറതൂസ്ട്ര എന്ന പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ 30ാമത്തെ വയസ്സിൽ, അക്കാലത്ത് ഇവർ ബഹുദൈവ ആരാധകരായിരുന്നു, അവരുടെ പ്രധാനപ്പെട്ട എന്തോ ഒരു ചടങ്ങിൽ ഒരു നദിക്കരയിൽ അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഒരു അനുഭവം ഉണ്ടാവുകയും, അതായത് ഒരു വെളിച്ചം പോലെ എന്തോ കാണുകയും, അങ്ങനെ അവിടെ വെച്ച് ആദ്യമായിട്ട് ബോധോദയം ലഭിക്കുകയും ചെയ്തു എന്നാണ്. അദ്ദേഹം വാഹുമനയെ കാണുകയും ഈ വാഹുമന അദ്ദേഹത്തെ ദൈവസന്നിധിയിലേക്ക്, വാഹൂറ മസ്ദ എന്നവരുടെ ദൈവസന്നിധിയിലേക്ക് നയിക്കുകയും ചെയ്തു എന്നാണ്. ഈ വാഹുമന എന്ന് പറയുന്നത് ഇബ്രാഹിമി മതങ്ങളിലെ മലക്ക്, മാലാക എന്ന് പറയുന്നതിനോട് തുല്യമായിട്ടുള്ളൊരു എൻറ്റിറ്റിയാണ്. ഇപ്പോൾ റസൂലിൻ്റെ അടുത്തേക്ക് ജിബ്രീൽ വന്ന പോലെയുള്ള ഒരു അനുഭവമാണ്. അങ്ങനെ അദ്ദേഹം ആ സമയത്ത് അഹൂറ മസ്ദ എന്ന ദൈവത്തെ അറിയുകയും അത്തരത്തിൽ തൻ്റെ ആദ്യത്തെ വഹ്യ്, വെളിപാട് ഉണ്ടാവുകയും ചെയ്തു എന്നാണ്. ഇദ്ദേഹത്തിന് പിന്നീടും ഇത്തരത്തിലുള്ള വെളിപാടുണ്ടാവുകയും അതൊരു പദ്യരൂപത്തിൽ അദ്ദേഹം ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന് ഗാത്താസ് എന്നാണ് പറയുന്നത്. ഇത് വായ്മൊഴിയായിട്ടാണ് ആദ്യകാലങ്ങളിൽ പകർന്ന് നൽകിയിരുന്നത്. പിന്നീട് ഇതൊരു ഗ്രന്ഥരൂപത്തിലാവുന്നുണ്ട് കുറേ വർഷങ്ങൾക്ക്, നൂറ്റാണ്ടുകൾക്ക് ശേഷം. അതിന് അവസ്ഥ എന്നാണ് ഇവരുടെ ഗ്രന്ഥത്തിന് പറയുന്നത്. അതിൽ ഈ ഗാത്താസ് കൂടാതെ സൊറോസ്ട്രിയൻ മതവുമായി ബന്ധപ്പെട്ട പല ആചാരങ്ങളും നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നുണ്ട്. അതിൽ കുറേയൊക്കെ ഈ സൊറോസ്ട്രിയൻ്റെ കാലം കഴിഞ്ഞ് കുറേ കാലത്തിന് ശേഷം കൂട്ടി ചേർക്കപ്പെട്ടിട്ടുള്ളതാണ്. ഈ സൊറോസ്ട്രിയൻസിനെ കുറിച്ച് പൊതുവെ അഗ്നി ആരാധകരാണ് എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അവരുടെ വിശ്വാസത്തിൽ അവർ അഗ്നിയെ ആരാധിക്കുന്നില്ല. അഹൂറ മസ്ദ എന്ന അവരുടെ ദൈവത്തിൻ്റെ സത്യം, ജ്ഞാനം, വിശുദ്ധി എന്നിവയുടെ ഒരു പ്രതീകമായിട്ടാണ് അഗ്നി അവർ കണക്കാക്കുന്നത്. എന്നിരുന്നാലും അവരുടെ എല്ലാ അമ്പലങ്ങളിലും ഈ വിശുദ്ധ തീ, അഗ്നി എരിയുന്നുണ്ടാകും, തീ കത്തിച്ചു വെച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇവരുടെ അമ്പലങ്ങൾക്ക് അഗ്നിക്ഷേത്രം, ഫയർ ടെമ്പിൾ എന്നാണ് പറയുന്നത്. ആ വിശുദ്ധ തീ ഇല്ലാത്ത ഒരു അമ്പലം ഉണ്ടാവാറില്ല. അവരത് അണയാതെ സൂക്ഷിക്കും. അത്തരത്തിൽ നൂറ്റാണ്ടുകളായി കത്തിക്കൊണ്ടിരിക്കുന്ന തീയുള്ള പല അമ്പലങ്ങളും ഉണ്ട്. 1000 വർഷങ്ങളായിട്ട് എരിഞ്ഞുകൊണ്ടിരിക്കുന്ന തീയുള്ള അമ്പലങ്ങൾ വരെ ഇന്നും ഉണ്ട്. പക്ഷേ ഇവരുടെ വിശ്വാസത്തിൽ ഇവർ അഗ്നിയെ അല്ല ആരാധിക്കുന്നത്, അഹൂറ മസ്ദ എന്ന ദൈവത്തെയാണ്. ഈ മുസ്ലിങ്ങൾക്ക് കാബാലയം ഉള്ള പോലെയാണ്. അവർ ഈ അഗ്നി ഏറ്റവും പവിത്രമായി കണക്കാക്കുകയും ആ അഗ്നിക്ക് അഭിമുഖമായി നിന്ന് അവരുടെ പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്യും. അവരുടെ ദേവാലയങ്ങളിലൊക്കെ ഈ തീ സദാ എരിഞ്ഞുകൊണ്ടിരിക്കും. അത് അണഞ്ഞു പോകാൻ അവർ അനുവദിക്കില്ല. അത് സത്യത്തിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു നിത്യ സാന്നിധ്യം പോലെയാണ്. അത് കത്തിച്ച് നിലനിർത്തുക എന്നുള്ളത് അവരുടെ മതപരമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഈ ഇസ്ലാം മതവുമായിട്ടും റസൂലിൻ്റെ ചരിത്രവുമായിട്ടൊക്കെ ഈ സൊറോസ്ട്രിയൻ മതത്തിന് രസകരമായിട്ടുള്ള ഒരുപാട് സാമ്യതകളുണ്ട്. ബഹുദൈവാരാധകരായിട്ടുള്ള ഒരു പറ്റം ജനങ്ങളുടെ ഇടയിലേക്കാണ് സൊറോസ്റ്റർ എന്ന ഈ പ്രവാചകൻ അയക്കപ്പെടുന്നത്. അങ്ങനെ അദ്ദേഹം അവർക്കിടയിൽ ഏകദൈവ വിശ്വാസം പ്രചരിപ്പിക്കുകയും അഹൂറ മസ്ദ എന്ന ദൈവത്തെ മാത്രം ആരാധിക്കാൻ അവരോട് ഉപദേശിക്കുകയും ചെയ്യുകയാണ്. അവരെ തൗഹീദിലേക്ക് നയിച്ചു എന്നർത്ഥം.
ഈ കൂട്ടരുടെ വേഷവിധാനവും ആചാരങ്ങളും ഒക്കെ ഇസ്ലാം മതമായിട്ടും ക്രിസ്തുമതമായിട്ടും ജൂതമതമായിട്ടും ഒക്കെ ഒരുപാട് സാമ്യതകളുണ്ട്. സറതുഷ്ട്ര എന്ന അവരുടെ പ്രവാചകനെ ഈസാ നബിയുമായിട്ട് താരതമ്യം ചെയ്ത് പറയാറുണ്ട്. മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ ഇബ്രാഹിമി മതങ്ങൾ അത് ഈ സൊറോസ്ട്രിയൻ മതത്തിൽ നിന്ന് ആശയമോഷണം നടത്തിയിട്ടുള്ളതാണ് എന്ന് വാദിക്കുന്ന ചില ആളുകളുണ്ട്. ഈ ഇബ്രാഹിമി മതങ്ങളുമായിട്ട്, പ്രത്യേകിച്ച് ഇസ്ലാം മതവുമായിട്ടുള്ള കുറേ സാമ്യതകളാണ് ഇതിന് കാരണം. അതേക്കുറിച്ച് പറഞ്ഞാൽ അവർക്ക് 5 നേരത്തെ നമസ്കാരമുണ്ട്. അതുപോലെ ഈ അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്ന പോലെ ഈ അഹൂറ മസ്ദ എന്ന അവരുടെ ദൈവത്തിന് 101 നാമങ്ങളുണ്ട്. ഇസ്ലാം മതത്തിന് 99 നാമങ്ങൾ ഉള്ളതുപോലെ ഈ അഹൂറ മസ്ദക്ക് 101 നാമങ്ങളുണ്ട്. അവരുടെ നമസ്കാരത്തിന് മുമ്പ് അംഗശുദ്ധി വരുത്തുന്ന പരിപാടിയുണ്ട്, വളു ചെയ്യുന്ന പോലെ. പിന്നീട് തലമറക്കലുണ്ട്, മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കലുണ്ട്, വിചാരണയുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്. അവരുടെ വിശ്വാസത്തിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവരെ ഒരു നൂൽപാലത്തിലൂടെ നടത്തി വിടും എന്നാണ്. അത് അയാളുടെ കയ്യിലിരിപ്പ് പോലെ ഈ ഒരു പാലം അത് വികസിച്ചും ചുരുങ്ങിയും ഒക്കെ ഇരിക്കും. നല്ലൊരു വ്യക്തിയാണെങ്കിൽ വിശാലമായ പാലത്തിലൂടെ അയാൾ ഈ നരകത്തിൻ്റെ മുകളിലൂടെ സ്വർഗത്തിലേക്ക് കടക്കും എന്നാണ്. നമ്മുടെ സിറാത്തിൻ്റെ ഒരു കൺസെപ്റ്റാണ്. ചീത്ത ആളുകൾക്ക് ഇത് മുറിച്ച് കടക്കാൻ കഴിയില്ല, അവർക്ക് സ്വർഗത്തിലേക്ക് എത്താൻ കഴിയാതെ നരകത്തിൽ വീണ് പോവുകയും ചെയ്യും എന്നാണ്. അതുപോലെ ഇസ്രാവൽ മിറാജിനോട് സമാനമായിട്ടുള്ളൊരു സംഭവം പറയുന്നുണ്ട്. ഈ സറതുഷ്ട്ര അദ്ദേഹം ആകാശഭൂമികളൊക്കെ താണ്ടി സ്വർഗലോകത്തേക്കൊരു യാത്ര ചെയ്ത് പോകുന്നുണ്ട്. ആ യാത്രയിൽ ദൈവത്തിൻ്റെ പല അത്ഭുത സൃഷ്ടിപ്പുകളും നേരിട്ട് കാണുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ദൈവവുമായിട്ട് നേരിട്ട് സംവദിക്കുകയും ദൈവത്തിൽ നിന്ന് ജനങ്ങൾക്കായിട്ട് ഒരുപാട് സന്ദേശങ്ങൾ അദ്ദേഹം കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. ഇസ്രാവൽ മിറാജിനോട് സമാനമായിട്ടുള്ളൊരു സംഭവമാണ്. അതുപോലെ ഈ സ്വർഗവും നരകവും, ഈ സ്വർഗത്തിന് 4 നിലകൾ ഉണ്ട് എന്നാണ്. അതിൽ ഏറ്റവും ഉയർന്ന നില അതിന് പറയുന്നത് ഫിർദൗസ് എന്നാണ്. ഇതൊരു പേർഷ്യൻ പേരാണ്, ഫറദീസ് അല്ലെങ്കിൽ പറൂദീസ. സ്വർഗത്തിൻ്റെ ഏറ്റവും ഉന്നതിയിലുള്ള ഈ ഒരു നിലക്ക് പറയുന്നത് ഫിർദൗസ് എന്നാണ്. അതുപോലെ നരകത്തിനും 4 തട്ടുകളുണ്ട്. അതുപോലെ ഈ സറതുഷ്ട്ര എന്നവരുടെ പ്രവാചകൻ അവസാന കാലത്ത് തിരിച്ചു വരും എന്നൊരു വിശ്വാസം അവർക്കിടയിലുണ്ട്. ഇത് ഈസാ നബിയുടെ തിരിച്ചുവരവ് അല്ലെങ്കിൽ മഹദിയുടെ പ്രത്യക്ഷപ്പെടലുമായിട്ടൊക്കെ ഇതിന് സമാനതകളുണ്ട്. ഇതുകൊണ്ടൊക്കെയാണ് ഈ ഇബ്രാഹിമി മതങ്ങൾ സൊറോസ്ട്രിയൻ മതത്തിൽ നിന്ന് ആശയമോഷണം നടത്തിയിട്ടുള്ളത് എന്ന് പറയുന്നത്. ഖുർആൻ എഴുതപ്പെടുന്നത് 7-ാം നൂറ്റാണ്ടിലാണ്. ബൈബിൾ പുതിയ നിയമം എഴുതപ്പെടുന്നത് 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ്. അവിടുന്ന് ഏതാണ്ട് ഒരു 400 വർഷങ്ങൾക്ക് മുൻപാണ് പഴയ നിയമം പൂർത്തിയാകുന്നത്. ഈ സൊറോസ്ട്രിയൻ മതക്കാരുടെ അവസ്ഥ എന്ന ഗ്രന്ഥം ആദ്യം രേഖപ്പെടുത്തപ്പെടുന്നത് ഈ സസാനിയൻ സാമ്രാജ്യത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തിലാണ്, 5-ാം നൂറ്റാണ്ടിൽ 6-ാം നൂറ്റാണ്ടിലെന്ന് പറയാം. അതായത് അവരുടെ സൊറോസ്ട്ര എന്ന പ്രവാചകൻ്റെ ഏതാണ്ട് 1000 വർഷങ്ങൾക്ക് ശേഷമാണിത്. അതുവരെ ഇത് വായ്മൊഴിയായിട്ടാണ് പകർന്ന് കൊടുത്തിരുന്നത്. 1000 വർഷങ്ങൾ ഈ സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് ഇത് എത്തിയിരുന്നില്ല. ഈ രാജപുരോഹിതന്മാരുടെ കയ്യിൽ ഇതിൻ്റെ എഴുതപ്പെട്ട ചില ഭാഗങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇത് പല ഘട്ടങ്ങളിലും കൈമോശം വന്ന് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ അലക്സാണ്ടർ ചക്രവർത്തി പേർഷ്യ കീഴടക്കിയപ്പോൾ BC 300-കളിലാണ്. ആ സമയത്ത് ഉണ്ടായിരുന്ന ഈ അവസ്ഥയുടെ എഴുതപ്പെട്ട കുറേ ഭാഗങ്ങൾ ഈ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ആ സമയത്ത് ഇത് വായ്മൊഴിയായിട്ട് പകർന്നു നൽകിയിരുന്ന ഒരുപാട് പുരോഹിതന്മാരെ വധിച്ചു കളയുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാരണങ്ങളൊക്കെ കൊണ്ട് ഈ അലക്സാണ്ടർ ചക്രവർത്തിക്ക് പേർഷ്യൻ പാരമ്പര്യത്തിൽ അത്ര നല്ല പേരൊന്നല്ല. ഈ അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്നുള്ള പേരൊക്കെ പുറത്താണ്. അവരുടെ ചരിത്ര ഗ്രന്ഥങ്ങൾ, പഹൽവി ഗ്രന്ഥങ്ങൾ പ്രകാരം അലക്സാണ്ടർ ദ അക്കേഴ്സ്ഡ് എന്നാണ്. ശപിക്കപ്പെട്ട അലക്സാണ്ടർ എന്നർത്ഥം, ശപിക്കപ്പെട്ടവൻ എന്നാണ്. അപ്പോൾ അക്കാലത്ത് ഈ അവസ്ഥാ ഗ്രന്ഥങ്ങളും അതുമായി ബന്ധപ്പെട്ട ആശയങ്ങളും ഏറെക്കുറെ മുഴുവനായി തന്നെ നശിപ്പിക്കപ്പെടുന്നുണ്ട്. അത് പിന്നീട് വീണ്ടും വായ്മൊഴിയായിട്ട് പകർന്നു കൊടുക്കലായി. ഈ സസാനിയൻ ഭരണം വന്നപ്പോൾ 5-ാം നൂറ്റാണ്ടിൽ ഇത് പിന്നീട് ഗ്രന്ഥരൂപത്തിലാക്കുന്നുണ്ട്. പിന്നീട് 7-ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിക ഭരണം വന്നു. സസാനിയൻ സാമ്രാജ്യം ഇല്ലാതെയായി. അക്കാലത്ത് നടന്നിട്ടുള്ള യുദ്ധങ്ങളിലും ഇവരുടെ ഈ ഗ്രന്ഥങ്ങളും മറ്റുമൊക്കെ നശിപ്പിക്കപ്പെട്ടതായിട്ട് പറയുന്നുണ്ട്. തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ ഈ സൊറോസ്ട്രിയൻ വിശ്വാസികൾ അങ്ങനെ കുറഞ്ഞു പോവുകയാണ്. അങ്ങനെ അന്നുള്ള പുരോഹിതന്മാരും ഇത് വായ്മൊഴിയായിട്ട് തന്നെയാണ് പകർന്ന് നൽകിയിരുന്നത്. പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ മാത്രം അവർ എഴുതി സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് 13-ാം നൂറ്റാണ്ടിലാണ് ഈ മംഗോളിയൻ ഇൻവേഷൻ നടക്കുന്നത്, ജംഗിസ് ഖാൻ്റെ. അതോടുകൂടി ബാക്കി ഉണ്ടായിരുന്നത് കൂടി അങ്ങ് പോയി.
ഇന്ന് നിലവിലുള്ള ഏറ്റവും പുരാതനമായിട്ടുള്ള അവസ്ഥയുടെ കോപ്പി എന്ന് പറയുന്നത് 13-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടുള്ളതാണ്. അക്കാലത്ത് ഈ യഥാർത്ഥ അവസ്ഥയുടെ 75% അവർക്ക് കൈമോശം വന്ന് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അന്ന് നിലനിന്നിരുന്ന ഇബ്രാഹിമി മതങ്ങളുടെ കുറേ ആചാരങ്ങളും ആശയങ്ങളും അവർ ഇങ്ങോട്ട് സ്വീകരിച്ചതായിട്ടും പറയപ്പെടുന്നുണ്ട്. ഇബ്രാഹിമി മതങ്ങളുടെ ആശയങ്ങൾ അവർ സൊറോസ്ട്രിയൻ മതത്തിലേക്ക് സ്വീകരിച്ചതായി പറയുന്നുണ്ട്. അങ്ങനെ ഈ സൊറോസ്ട്രിയൻ മതത്തിൽ ഈ അഗ്നി, വായു, ജലം, ഭൂമി ഇത് 4ഉം അഹൂറ മസ്ദയുടെ പവിത്ര സൃഷ്ടികളായിട്ടാണ് കണക്കാക്കപ്പെടാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇവയിൽ അശുദ്ധി വരുത്തുന്നതൊന്നും അവർക്ക് ചെയ്യാൻ കഴിയില്ല എന്നാണ്. ഉദാഹരണത്തിന് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ദേഹം മലിനമായി എന്നാണ്. അതുകൊണ്ട് ആ ദേഹം ഭൂമിയിൽ കുഴിച്ചു മൂടാനോ അഗ്നി കൊണ്ട് ദഹിപ്പിച്ച് കളയാനോ അല്ലെങ്കിൽ വെള്ളത്തിൽ ഒഴുക്കിക്കളയാനോ ഒന്നും ഇവർക്ക് സാധിക്കില്ല. അവർ ഈ ശരീരം കുളിപ്പിച്ച് വെള്ള പുതപ്പിച്ച് ഏതെങ്കിലും ഒരു ഉയർന്ന പ്രതലത്തിൽ കൊണ്ട് വിടുകയാണ് ചെയ്യുന്നത്. ഇത് പിന്നീട് വല്ല കഴുകന്മാരോ മറ്റേതെങ്കിലും മൃഗങ്ങളൊക്കെ കൊത്തി വലിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇതവരുടെ ഒരു പഴയകാല രീതിയാണ്. ഇന്നിപ്പോൾ അതിനൊക്കെ ഈ കാലാനുസൃതമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവരുടെ വൈദികന്മാരെ മാഗസ് അല്ലെങ്കിൽ മഗായ് എന്നൊക്കെയാണ് പറയുന്നത്. അതിൽ നിന്നാണ് ഈ മജൂസ് എന്നുള്ള പേര് ഉണ്ടാകുന്നത്. മജൂസികൾ, ഖുർആൻ അവരെക്കുറിച്ച് പറയുന്നത് മജൂസ് എന്നാണ്. അതുപോലെ ഈ മഗായ് പുരോഹിതന്മാരാണത്രേ ഉണ്ണിയേശു പിറന്ന ആ ഒരു സമയത്ത് ബത്ലഹേമിലേക്ക് കുറേ സമ്മാനങ്ങളൊക്കെ ആയിട്ട് കയറി ചെല്ലുന്നത്. 3 ജ്ഞാനികളായിട്ടുള്ള പുരോഹിതന്മാർ. ഇത്രയും പഴക്കമുള്ള ഈ ഒരു മതത്തിൽ ഇന്ന് ലോകത്ത് ഉള്ളത് ആകെ 1.25 ലക്ഷം വിശ്വാസികൾ മാത്രമാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യയിലാണ്. ഈ പാർസികൾ എന്ന് പറയുന്ന ആ ഒരു കൂട്ടർ, ഈ ടാറ്റ കുടുംബമൊക്കെ അതിൽപ്പെട്ടവരാണ്. ഈ ഇന്ത്യയിലുള്ളതിൻ്റെ പകുതിയോളം വിശ്വാസികൾ മാത്രമാണ് ഇറാനിൽ, പേർഷ്യയിൽ ഇന്ന് ഉള്ളത്. അത് കഴിഞ്ഞ് പിന്നീട് യൂറോപ്പിലും നോർത്ത് അമേരിക്കയിലും ഒക്കെ ആയിട്ട് ലോകത്താകമാനം ഇവരുള്ളത് 1.25 ലക്ഷം വിശ്വാസികൾ മാത്രമാണ്. അതും വീണ്ടും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവർക്ക് ഈ മതം മാറി വരുന്നവരെ സ്വീകരിക്കാനുള്ള ഒരു പ്രശ്നം ഉണ്ട്. ഇവരുടെ മതം സ്വീകരിച്ച് വരുന്നവരെ അംഗീകരിക്കാനുള്ള വിശ്വാസപരമായിട്ടുള്ളൊരു പ്രോബ്ലം ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ എണ്ണത്തിൽ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ അപ്പോൾ അതാണ് ഈ സൊറോസ്ട്രിയൻ മതക്കാർ, മജൂസികൾ. ഇവരെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ഒന്ന് അറിയിക്കണം. അങ്ങനെ